നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ചായ വിനയന് ഒഴിച്ചു കൊടുക്ക. എനിക്കങ്ങ് വേണ്ട. കുറച്ച് കുടിക്ക് വിനയ. വേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. അവന് വേണ്ടെങ്കിൽ വേണ്ട. അല്ല ലതികേ, നമ്മളിവിടെ രാത്രി നിൽക്കേണ്ട കാര്യമുണ്ടോ? ഡോക്ടർ റൗണ്ട്സിന് വന്നിട്ട് പോയാ പിന്നെ ഇവിടെ ആളില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അതെ, എല്ലാവർക്കും എന്റെ കാര്യം നോക്കുന്നത് ചടങ്ങ് തീർക്കൽ മാത്രമാണല്ലോ. നിന്നോട് തർക്കിക്കാൻ വയ്യ. എന്ത് ചെയ്താലും നിനക്ക് നന്ദിയില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? എടാ വിനയ, എടാ ഞങ്ങക്ക് പ്രായമായി. നീ വിചാരിക്കുന്ന പോലെ അല്ല. ഉറക്കം അളച്ചാ BP കൂടും. ഇവിടെ കിടന്നിട്ട് ഉറക്കമൊന്നും ശരിയാവുന്നുമില്ല. അതാണെന്ന് തോന്നുന്നു ഭയങ്കര തലവേദന. അത് തന്നെ ഏട്ടാ നല്ലത്. ഇവിടെ നിന്നിട്ട് ഇവനോട് തർക്കിക്കാൻ നിൽക്കുന്ന എന്തിനാ? അല്ല, ആരായത്? അതെ, ഞങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ലെന്ന് മനസ്സിലായി. ചീരുവിനെ കാണാതായപ്പോ അവളുടെ സഹോദരങ്ങളായ ഞങ്ങളെ അറിയിക്കല്ലേ വേണ്ടത്. ആണോ? ആ നിയമം എനിക്ക് അറിയില്ലായിരുന്നു. നിനക്കറിയാത്ത പല നിയമമുണ്ട് ഇവിടെ. കുഴപ്പമില്ല, അതൊക്കെ നീ അറിയിച്ചരാ. വിനയന്റെ ഭാഗത്തുനിന്ന് യാതൊരു മര്യാദയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആന്റി കുറച്ചുകൂടെ മര്യാദ കാണിക്കുമെന്നാ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഒന്നും അല്ലെങ്കിൽ ചീരു സ്വന്തം അമ്മയായിട്ടല്ലേ നിങ്ങളെ കണ്ടത്? അതെ മോളെ, ഞാൻ പിന്നെ അല്ലെങ്കിൽ തന്നെ ആന്റി, നിങ്ങൾ എന്തിനാ സത്യന്റെ വീട്ടിൽ പോയെ? സത്യനല്ലല്ലോ ചെലങ്കയുടെ രക്ഷിതാവ്. സത്യനാണോ രക്ഷിതാവെന്ന് നിങ്ങളുടെ അനിയത്തിയോട് കൂടി ചോദിക്കും. എന്നിട്ട് എന്റെ മേലെ കുതിര കയറാൻ വന്നാൽ നന്നായിരിക്കും. വിനയ, നിനക്കെന്നെ അറിയില്ല. മോനെ, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതെ, ഇവന്റെ വാക്ക് കേട്ട് ഞാൻ ആ പാവം പെൺകുട്ടിയെ സംശയിച്ചു പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. അമ്മയ്ക്ക് നാണമില്ല ഇവരോടൊക്കെ മാപ്പി വയ്ക്കാൻ? ഇല്ല, നിന്നെ പോലൊരു മകനുണ്ടായ അച്ഛനമ്മമാർക്ക് പലരുടെയും കാല് പിടിച്ച് മാപ്പ് പറയേണ്ടി വരും. ഞങ്ങൾ ഞങ്ങളുടെ മാന്യത കാണിക്കുന്നു. ചീരു വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വന്ന് പറഞ്ഞത് ആ പാവം ബാലനങ്ങളെ ഓർത്ത. ഒരച്ഛന്റെ സ്നേഹം ആ മനുഷ്യൻ ചീരുവിന് കൊടുക്കുന്നുണ്ട്. സമാധാനായി. ചീരുമോളും കുഞ്ഞുങ്ങളും എവിടെയെന്ന് അറിയാത്തോണ്ട് ഈ നിമിഷം വരെ ഉരുകുമായിരുന്നു ഞാൻ. ഏതായാലും ഞങ്ങളുടെ അനിയത്തി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതുകൊണ്ടിനി ഇവന്റെ കാര്യത്തിൽ ഞങ്ങൾ ആരും ഇടപെടില്ല. വിന, നിനക്ക് എന്തു ആവാം, എങ്ങനെ വേണേലും ജീവിക്കാം. പക്ഷെ ഭാര്യയുടെയും മക്കളുടെയും പേര് പറഞ്ഞ് മേല പഞ്ചരത്നത്തിന്റെ പഴി ചവിട്ടരുത്. അത് നീയാണോടാ തീരുമാനിക്കുന്നത്? അതേടാ, നിന്നെ വെറുതെ വിട്ടൊന്നും നീ കരുതല്ലേ. ഇതുവരെ നീ ചെയ്തത് പലതും ക്ഷമിച്ചും സഹിക്കും ചെയ്തതേ ചീരുവിനെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് മാത്രമാ. പക്ഷേ ഇനി ആ പരിഗണന നിനക്ക് ഉണ്ടാവില്ല. അതെ, ഇങ്ങോട്ട് കാണിക്കാത്ത മര്യാദയും മാന്യതയും ഇനി ആരും അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. നിങ്ങളെന്താ പേടിപ്പിക്കാ? അല്ലടാ, നീയേ ആദ്യം കട്ടിലിൽ നിന്നൊന്ന് എണീക്ക്. അതിനുശേഷം നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഇപ്പൊ നിനക്ക് സമാധാനമായോടാ? തള്ളേ, വെറുതെ എന്റെ വാലിരിക്കുന്ന കേൾക്കാതെ പോവാൻ നോക്ക്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ആ കാര്യമില്ല. ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും എത്രയെന്ന് കരുതിയാ ഞാൻ വീട്ടിൽ നിൽക്കുന്നേ.
എനിക്ക് ശരിക്കും മടുത്തു സർ. ഇങ്ങനെ തളരരുത്. നീ വേണം തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ. അതെ സത്യ, തോറ്റു പിന്മാറാനും ഓടി ഒളിക്കാനൊക്കെ എളുപ്പമാ. പക്ഷെ അതൊന്നും അല്ല വേണ്ട. അറിയാം, പക്ഷെ എനിക്ക് അതിന് സാധിക്കുന്നില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അമ്മ പറയുന്നത് മാത്രം ഇന്ദ്രേട്ടൻ കേൾക്കൂ, അതേ വിശ്വസിക്കൂ, അതേ അനുസരിക്കൂ. പക്ഷെ അതിലൂടെ തകരുന്നത് ഇന്ദ്രേട്ടന്റെ ജീവിതമാണ്. മകനോട് തീർത്ത തിരത്ത സ്നേഹമുണ്ടെന്ന് പറയുന്ന ഞങ്ങളുടെ അമ്മ അത് തിരിച്ചറിയുന്നില്ല. വാശിയുടെയും വൈരാഗ്യത്തിന്റെയും കാര്യത്തില് നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അതൊക്കെ എനിക്ക് 100 വട്ടം അറിയാവുന്ന കാര്യമാണ്. അതെ, അമ്മയുടെ ദേഷ്യവും വാശിയും തീർക്കാൻ ഇന്ദ്രേട്ടൻ അമ്മ കരുവാക്കുക. അത് എത്ര പറഞ്ഞിട്ട് ഏട്ടന് മനസ്സിലാവുന്നില്ല. ഇന്ദ്രന് സുശീലയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ. ആ സ്നേഹമാണ് ഇപ്പൊ ഇന്ദ്രേട്ടന്റെ തകർച്ചയ്ക്ക് കാരണം. ഇപ്പോ ഫുൾ ടൈം ഒരു മദ്യപാനായിട്ട് മാറിയിരിക്കുക ഇന്ദ്രേട്ടൻ. എനിക്ക് ഇന്ദ്രേട്ടൻ വെറൊരു സഹോദരൻ മാത്രമായിരുന്നില്ല, എന്റെ അച്ഛന്റെ സ്ഥാനത്തായിരുന്നു. പക്ഷെ ഇപ്പോ വിഷമിക്കാടാ, എല്ലാം ശരിയാവും. ഇല്ല, ഇപ്പൊ എനിക്ക് ആ വിശ്വാസമില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ അതിന്. പക്ഷേ കുറച്ചു കാലമെങ്കിലും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഒന്ന് സമാധാനമായിട്ട് നിൽക്കണം. അതിന് ഞാൻ ഇവിടുന്ന് പോയേ മതിയാകും. അത് ഒരിക്കലും ശരിയല്ല സത്യ. മക്കളെ, ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടുകയല്ല വേണ്ടത്. അതിനെയൊക്കെ ധൈര്യപൂർവ്വം അങ്ങ് നേരിടണം. വയ്യേ സർ, ഞാനിവിടെ നിന്നാ അത് ചീരുവിന്റെ ജീവിതത്തിനും ദോഷമാവും. ഒരിക്കലും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, അത് സത്യമാണ്. പക്ഷേ എന്നവൾ എനിക്കല്ലെന്നറിഞ്ഞോ, അന്ന് മുതൽ അങ്ങനെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അവളുടെ ജീവിതത്തിൽ എന്റെ നിഴല് പോലും ശല്യമായിട്ട് ചെന്നിട്ടില്ല. പക്ഷെ വിനയൻ ഇപ്പോഴും എന്റെ പേര് പറഞ്ഞ പാവത്തിനെ ദ്രോഹിക്കുക. അതിനൊരു അവസാനം ഉണ്ടാവണം. അതിന് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണം. അതിന് സത്യൻ ഇവിടെ നിന്ന് പോകുന്നതാ പരിഹാരം എന്ന് ആരാ പറഞ്ഞേ? അതെ സത്യ, എനിക്ക് മനസ്സിലായിടത്തോളം നീ കാരണം ആ ചീരുവിന്റെ കുടുംബത്തിലുണ്ടായ തെറ്റിദ്ധാരണകൾ മാറണം. ഇന്ദ്രനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടതും അതുപോലെ ഇന്ദ്രനെയും അനുവിനെയും ഒന്നിപ്പിക്കുന്നതിനെല്ലാം നീ ഇവിടെ തന്നെ ഉണ്ടായേ പറ്റൂ. എടാ നീ നന്നായിട്ടൊന്ന് ആലോചിക്കേ, അപ്പം മനസ്സിലാവും. അല്ല, ഇനിയിപ്പോ തിരിച്ചു നിനക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ മടിയാണെങ്കിൽ സത്യന് ഇവിടെ കഴിയാം. ഇവിടെ കഴിയാനോ? അതെ, അതെന്താ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അതല്ല സാർ. എടാ, നിന്റെ ചേട്ടൻ ഇന്ദ്രൻ ഇവിടെ നിന്നാ ബിസിനസ് പഠിച്ചത്, നിനക്കതറിയാലോ. ഒരു മകനെ പോലെ ഞാൻ അവന് അന്ന് കൊടുത്ത എല്ലാ സ്വാതന്ത്ര്യവും നിനക്കും ഉണ്ടാവും. സത്യം, അതൊരു നല്ല തീരുമാനമാണ്. എനിക്കും അതൊരു റിലീഫാവും. എന്താ? എനിക്ക് മോക്ക് സന്തോഷേ ഉള്ളൂ അല്ലേ മോളെ? അതെ. കൂടുതൽ ആലോചന ഒന്നും വേണ്ട. നമ്മൾ ഈ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, സാറ് പറയുന്ന പോലെ ഞാൻ കേൾക്കാം. ആ സാവിത്രി, അപ്പോ നമ്മൾ ആ കാര്യം അങ്ങനെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? എന്താടാ, ഓക്കെ അല്ലേ?